വീഡിയോയിൽ ഗാസ ഇസ് എൻ ഓപ്പൺ എയർ പ്രിസൺ, അതായത് ഗാസ ഒരു തുറന്ന ജയിലായിട്ട് തുടരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിന് നെതന്യാഹു കൊടുത്ത ഉത്തരം. അതിനെ തുടർന്ന് പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെയും അമേരിക്കയിൽ ട്രംപിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ട്രംപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, ഗാസയെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ എത്രമാത്രം പ്രാക്ടിക്കാലിറ്റി ഉണ്ട് എന്നുള്ള ചോദ്യത്തിന് നെതന്യാഹു കൊടുത്ത ഉത്തരമാണ് ഞാനിവിടെ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് നിങ്ങളടുത്ത് പറയുന്നത്. അതിലൂടെ ചില മിഡിൽ ഈസ്റ്റ് വിലയിരുത്തലും കൂടെ ഉണ്ട്. കാരണം നെതന്യാഹു പറഞ്ഞ ചില പോയിന്റുകൾ അതിനകത്ത് വളരെ ഹിൻ്റായിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഫുൾ ആൻഡ് ഫുൾ ഈ ഒരു വീഡിയോയിൽ ഈ വിഷയം മാത്രമാണ് സംസാരിക്കുന്നത്. ഗാസ ഡെവാസ്റ്റേറ്റഡ് ബൈ ഹമാസ്, നോട്ട് ബൈ ഇസ്രയേൽ. ഇത് തന്നെയാണ് പുള്ളി പറയുന്നത്. പിന്നെ ഇതൊരു ഓപ്പൺ എയർ പ്രസനായിട്ട് ഒരു ജയിലായിട്ട് നിങ്ങൾ കരുതുന്നു എന്നുണ്ടെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് കാരണം ഇസ്രായേൽ അല്ല, ഹമാസ് ആണെന്നാണ് പുള്ളി പറയുന്നത്. അതിൻ്റെ കാരണം ഈ ഹമാസ്, നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ഹമാസ് തീവ്രവാദികൾ ഈ ഗാസയിലുള്ള ജനങ്ങളെ പുറത്തു പോകാൻ അനുവദിക്കാറില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്, ഈ ഗാസ എന്ന് പറഞ്ഞ ആ ഒരു ചെറിയ സ്ട്രിപ്പിനകത്ത് പോപ്പുലേഷൻ ഓവർ പോപ്പുലേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇത്രമാത്രം ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലപരിമിതിയുള്ള ഒരു ഏരിയ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു ഗാസയാണ് അവിടെ ഉള്ളത്. ഇനി നിങ്ങൾ ഗാസയ്ക്കുള്ളിൽ ഏതെങ്കിലും ഒരു മീഡിയ ചാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ പോയിട്ട് ഈ ആൾക്കാരെടുത്ത് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഒരേ ഉത്തരം പറയും. കാരണം വേറെ ഒന്നുമില്ല, ഈ ഗാസയ്ക്കുള്ളിൽ ജീവിക്കുമ്പോൾ എന്ത് ഉത്തരം പറയണം എന്നുള്ളത് ഓൾറെഡി തന്നെ അവർക്കറിയാം. ആ രീതിയിലാണ് അവർ പെരുമാറുന്നത്. നിങ്ങൾ 100 പേരെടുത്ത് ചോദിച്ചാലും 100 പേരും സെയിം ഉത്തരം പറയും. ഇസ്രായേലിനെതിരാണെന്നുള്ള ഉത്തരം പറയും, യഹൂദനെ വെറുക്കുന്നു എന്നുള്ള ഉത്തരം പറയും, പാലസ്തീൻ സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞുള്ള ഉത്തരം പറയും. ഇതെല്ലാം ഇങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം ഇതെല്ലാം പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതേ ഒരു പാടുള്ളൂ. പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന വിഷയങ്ങളാണ് അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ ജീവന് ഭീഷണിയുണ്ട്. ഗാസയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു സ്വതന്ത്ര നിലപാടെടുക്കാൻ സാധ്യമല്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് ഇസ്രായേലിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പാലസ്തീനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഹമാസിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടോ അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ. ഇനി ജീവനുള്ള വില ഹമാസ് ആണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലാണോ കൊടുക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു വിലയിരുത്തലായിട്ട് അതിനകത്ത് വന്നത്. ട്രംപിന്റെ പ്ലാനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ട്രംപിന്റെ പ്ലാൻ വന്നിട്ട് ഒരു ഫ്രഷ് ഐഡിയ ആണ്. ഇതുവരെ ആരും ഉന്നയിക്കാത്ത, ഇതുവരെ ആരും പറയാത്ത ഒരു ഫ്രഷ് ഐഡിയ. ഈ ഐഡിയ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അറബ് കൺട്രീസിന് നന്നായിട്ട് അറിയാമെന്നാണ് പറയുന്നത്. ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൗദി അറേബ്യയ്ക്ക് അത് അറിയാമായിരിക്കും. അപ്പം സൗദി അറേബ്യയ്ക്ക് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ ഈ പാലസ്തീനിയൻ സ്റ്റേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കും അതിന്റെ ഉത്തരമാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാലസ്തീനിയൻ സ്റ്റേറ്റ് ഓൾറെഡി അവിടെ ഉണ്ട്, ഗാസ ഉണ്ടല്ലോ, അവിടെ പാലസ്തീനിയൻ അതോറിറ്റി ഉണ്ടല്ലോ. ഇതിൽ കൂടുതൽ എന്താണ് പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത്? അതായത് നിങ്ങൾ അംഗീകരിക്കാതെ പോയ 1948 UN വെച്ചിട്ട് റെസൊല്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾ സൈൻ ചെയ്തിട്ടും അത് യാസർ അറാഫത്ത് സൈൻ ചെയ്തിട്ടും നിങ്ങൾ അംഗീകരിക്കാതെ പോയ ആ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഒരിക്കലുമില്ല, അത് സംഭവിക്കത്തില്ല. അതൊക്കെ കഴിഞ്ഞ് ഇനിയുള്ള പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് അവിടെ ഓൾറെഡി ഉണ്ട്. ഇനി നമ്മൾ രൂപീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഗാസ ഇരിപ്പുണ്ടല്ലോ, അതാരും എടുത്തോണ്ടൊന്നും പോയിട്ടില്ല, അവിടെ ഉണ്ടല്ലോ. പിന്നെന്താണ് പാലസ്തീനിയൻ സ്റ്റേറ്റ്? ഇസ്രായേലിന്റെ ബന്ദികളായിട്ടുള്ള കുറെ ആൾക്കാരെ അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ പകുതിയോളം ആൾക്കാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതാണ് വസ്തുത. ഇസ്രായേൽ അതേപോലെ IDF 1000-ലധികം ആൾക്കാരെ ഈ ഒരു നടന്ന യുദ്ധത്തിന്റെ ഇടയിൽ തടവുകാരായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരാൾ മരിച്ചിട്ടില്ല. ഇസ്രായേൽ പിടിച്ചുകൊണ്ട് പോയ ആൾക്കാരിൽ ഒരുത്തം മരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇസ്രായേൽ ബന്ദികളെ നിങ്ങൾ കൊണ്ടുപോയപ്പോഴത്തേക്കും അവരുടെ അരക്കെട്ടിൽ ഈ സൂസൈഡ് ചെയ്യാനുള്ള ആ ഒരു ബോംബിന്റെ ബെൽറ്റ് ഇല്ലായിരുന്നു. IDF പാലസ്തീനിലുള്ള ഈ അഗ്രസീവായിട്ട് IDF-നോട് പെരുമാറുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെക്ക് ചെയ്യുന്നത് അവരുടെ ബെൽറ്റാണ്, സൂസൈഡ് ബെൽറ്റ്. ഈ സൂസൈഡ് പഠിപ്പിക്കുന്ന ആരാണ്? ഈ ബെൽറ്റ് കൊണ്ട് കൊടുക്കുന്ന ആരാണ്? ഈ നിങ്ങളാണോ ലൈഫിന്റെ വാല്യൂ പറയുന്നത്? ലൈഫിന്റെ വാല്യൂ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ബെൽറ്റ് കെട്ടുന്നത്? എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങളുടെ സ്റ്റേറ്റ് ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ സ്ഥലം, ഒക്കുപ്പൈഡ് ടെറിട്ടറി എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഡെഫിനിഷൻസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ ഇതൊക്കെ എന്ത് തരം ഡെഫിനിഷൻസ് ആണ്? ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയാണല്ലോ സ്ഥലം. അപ്പൊ അവിടെ നിങ്ങൾ ഈ സ്ഥലത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ട് അരയിൽ ബെൽറ്റ് കെട്ടി വിടുന്ന ഒരു സമൂഹം നിങ്ങൾ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്? ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലൈഫിന്റെ വാല്യൂ എന്ന് പറയുന്നത്? രണ്ട് സ്റ്റേറ്റുകളും രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഗാസ എന്ന് പറഞ്ഞ ആ ഒരു സ്ട്രിപ്പ് തീവ്രവാദികളെ കൊണ്ട് കുത്തി നിറച്ച് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നെങ്കിൽ പാലസ്തീനിയൻ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഇന്റർനാഷണൽ കോർട്ടിൽ കേസ് കൊടുക്കുക, പിന്നെ അറബ് രാജ്യങ്ങളെ വെച്ചിട്ട് സ്വാധീനിക്കുക, ഈ അറബ് ലീഗിൽ പോയിട്ട് സംസാരിക്കുക, ഇസ്രായേലിനെതിരെ റെസൊല്യൂഷൻസ് പാസ്സാക്കുക, നിരന്തരം UN പോയിട്ട് ഇസ്രായേലിനെതിരെ സംസാരിക്കുക. എവിടെയൊക്കെ ഗ്ലോബൽ ഫോറംസ് ഉണ്ടോ അവിടെയൊക്കെ ഇസ്രായേലിനെതിരെ ഗാസയുടെ ആ ഒരു വാറിന്റെ പിക്ചേഴ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള സപ്പോർട്ട് നേടിയെടുക്കുക.
ഇതൊക്കെയാണ് പാലസ്തീനിയൻ അതോറിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ഒരു തരത്തിൽ ഇസ്രായേലിനെതിരെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊത്ത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് രണ്ട് ഗ്രൂപ്പുകാരാണ്. ഒന്ന് ICC, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഉൾപ്പെടെയുള്ള ആ ഒരു സംഘടന, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെയുള്ള ആ ഒരു സംഘടന, അതുപോലെ തന്നെ ഇന്റർനാഷണൽ മീഡിയാസ്, US-ലായിക്കോട്ടെ, അതുപോലെ ഗ്ലോബൽ മീഡിയാസ്, ഇന്റർനാഷണൽ മീഡിയാസ്. അതായത് അവിടെ വന്ന് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് വിലയിരുത്തി അത് എന്താണെന്നുള്ളത് ഡീപ്പ് റൂട്ടിൽ പോയിട്ട് അനലൈസ് ചെയ്ത് പുറം ലോകത്ത് എത്തിക്കുന്നതിന് പകരം ജസ്റ്റ് കാണുന്ന ആ ഒരു വിഷ്വൽ മാത്രം എടുത്തുകൊണ്ട് ഒരു എത്തിക്സും ഇല്ലാതെ കുറച്ച് മീഡിയാസ്, ഈ രണ്ട് സൈഡിലുമുള്ള പ്രഷറാണ് ഇസ്രായേലിന്റെ മേളിലുണ്ടായിരുന്നത്. അതുകൊണ്ടൊന്നും തളർന്നു പോകുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ. അത് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിനകത്ത് ഉടനീളം സഞ്ചരിച്ചിരിക്കുന്നത്. ഇനി ഈ അറബ് രാഷ്ട്രങ്ങൾ വെറുതെ വിടുവായിത്തരം പറയുന്നില്ലേ, അതായത് ഞങ്ങൾ പാലസ്തീനിയൻ 2 സ്റ്റേറ്റ് വേണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. October 7 അവർക്ക് ഓൾറെഡി 2007 അവർക്ക് ഓൾറെഡി ഗാസ എന്ന് പറഞ്ഞ ഒരു സ്ഥലം പാലസ്തീനിയൻ സ്റ്റേറ്റിന് ഇതുപോലെ അഗ്രിമെന്റ് ചെയ്ത് കൊടുത്തതാണ് പാലസ്തീനിയൻ സ്റ്റേറ്റ്. അത് ഇനിയും നമ്മൾ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അവിടെ ഗാസയുണ്ട്, പക്ഷെ ഇനി ഗാസയിൽ ഹമാസ് ഉണ്ടാവില്ല. ഇസ്രായേൽ പൗരന്മാരെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം ലൈനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹമാസിന് വേണ്ടിയിട്ടുള്ള പണി ഒരുങ്ങി റെഡി ആയിട്ടിരിപ്പുണ്ട്. അത് നല്ല ചൂടപ്പം പോലെ കൊണ്ട് കൊടുക്കും. ഹമാസ് അവിടെ നിന്ന് നിരുപാധികം ഇറങ്ങി പോകേണ്ടി വരും. ഇതിന് ഒരു എക്സാമ്പിൾ പറയാനുള്ള കാരണം വെച്ചാൽ അറബ് രാഷ്ട്രങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇതുപോലെ തന്നെയായിരുന്നു അബ്രഹാം അക്കോർഡ് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അബ്രഹാം അക്കോർഡ് നടന്നു. അത് എങ്ങനെയാണ് നടന്നത്? അത് നടക്കാനുള്ള കാരണം എന്താണ്? അത് നടക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല. അറബ് രാഷ്ട്രങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവരുടെ എനിമി ഇസ്രായേൽ അല്ല, അവരുടെ എനിമി ഇറാനാണ്. അത് വളരെ വ്യക്തമായിട്ട് അറിയാം. അബ്രഹാം അക്കോർഡ് നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതേ ഇറാൻ പ്രോക്സികളെ വെച്ച് സൗദി അറേബ്യ ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ നടത്തിയ യുദ്ധം, ഹൂത്തികളെ വെച്ച് നടത്തിയ യുദ്ധം, ആ യുദ്ധത്തിൽ ഉണ്ടായ നഷ്ടവും ജീവഹാനിയും ചെറുതൊന്നുമല്ല. ഈ രാജ്യങ്ങൾക്കൊക്കെ ഇത് ഓർമ്മയുണ്ട്. ഈ ഒരു ഒറ്റൊരു പിഴവാണ് ഈ സുന്നി രാജ്യങ്ങളെ അമേരിക്കയുടെ ചേരിയിൽ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താനും അതിലൂടെ അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെക്കാനുമുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. ഇത് നമ്മളുടെ കേരളത്തിലുള്ള മലയാളി ഹമാസിന് ഇതൊന്നും മനസ്സിലാവത്തില്ല. ഇവരാരും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചു പോലും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഗൾഫ് മേഖലയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മലയാളി ഹമാസിന്റെ ഫ്രണ്ട്സുകൾ, സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിച്ചാൽ മതി, അപ്പോൾ അവർ പറഞ്ഞുതരും. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം എങ്ങനെയാണോ രൂപപ്പെട്ടു വന്നത്, ആ രൂപപ്പെട്ടു വന്ന സമയം തൊട്ടേ ഉള്ള ഒരു എനിമിയാണ് ഈ ഒരു ഷിയ സുന്നി തർക്കം. ഈ ഷിയ സുന്നി തർക്കം വളരെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിനകത്ത് ഞാൻ കൂടുതൽ ഇനി എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. കാരണം ഈ ഷിയ എന്ന് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ പ്രോഫറ്റ് മുഹമ്മദിന്റെ മകളായിട്ടുള്ള ഫാത്തിമ, പ്രോഫറ്റ് മുഹമ്മദിനും ഖദീജയ്ക്കും ഉണ്ടായ മകളായിട്ടുള്ള ഫാത്തിമ വിവാഹം കഴിച്ചിരിക്കുന്നത് അലി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. പക്ഷേ പ്രോഫറ്റ് മുഹമ്മദ് മരണപ്പെട്ടതിന് ശേഷം ആ ഒരു ഖലീഫ, രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഖലീഫ, ഒരു മതപുരോഹിതനായിരിക്കണം ഈ ഒരു ഖലീഫ ആവേണ്ടത്. കാരണം ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലും കൂടിയാണ്, പൊളിറ്റിക്കൽ റിലീജിയനാണ് ഇസ്ലാം. അപ്പൊ രാജ്യം ഭരിക്കാനുള്ള കപ്പാസിറ്റിയോട് കൂടിയുള്ള നിയമസംഹിതയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു ഇസ്ലാം ഈ ഭരണത്തിൽ വരുന്നത്. അന്നത്തെ കുറച്ച് കാടൻ നിയമങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതും വെച്ചുകൊണ്ട് ഈ ഖലീഫയായിട്ട് ഇരുന്ന് റൂൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുശേഷം കിട്ടിയെന്ന് പറഞ്ഞാൽ അബൂബക്കർ അൽ സിദ്ദിഖ്, അതായത് ഈ പ്രോഫറ്റ് മുഹമ്മദിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നീട് ബന്ധങ്ങളായിട്ടൊക്കെ വരും. കാരണം പ്രോഫറ്റ് മുഹമ്മദ് ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അബൂബക്കർ അൽ സിദ്ദിഖിന്റെ മകളെയും വിവാഹം കഴിച്ചിട്ടുണ്ട്, അതേപോലെ ഒമറിന്റെ മകളെയും വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇതിൽ ആയിഷ, ഹഫ്സ, ഇങ്ങനെയൊക്കെ കുറച്ച് ഭാര്യമാരുണ്ട്. ഇവരൊക്കെ ഈ റിലേഷൻസിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രോഫറ്റ് മുഹമ്മദിന്റെ ഈ ഒരു ഷിയ സുന്നി ഒരു പ്രശ്നം വരുന്നത് കുടുംബ തകരാറാണ്. ഈ കുടുംബ തകരാറിൽ ഈ സുഹൃത്തുക്കളായിട്ടുള്ള, അതായത് ഈ ഒരു ആദ്യ പ്രോഫറ്റ് മുഹമ്മദിന്റെ കൂടെ ആദ്യ കാലഘട്ടത്തെ അവരുടെ സഹപാഠികളായിട്ടുണ്ടായിരുന്ന ഈ ഒരു അബൂബക്കർ അൽ സിദ്ദിഖാണ് പ്രോഫറ്റ് മുഹമ്മദിന്റെ മരണത്തിന് ശേഷം ആ ഒരു കസാരയിൽ വന്നിരിക്കുന്നത്. പക്ഷേ അന്ന് തൊട്ട് തന്നെ അവിടെ തർക്കമുണ്ട്. കാരണം അബൂബക്കറിനല്ല കൊടുക്കേണ്ടത്, അത് അലിക്കാണ് കൊടുക്കേണ്ടത് അടുത്ത സ്ഥാനം എന്നുള്ള വാദമാണ് മകൾ ഉയർത്തുന്നത്. ശരിക്കും ഒരു അവകാശവാദം തന്നെയാണ്, ശരിക്കും ഒരു ജനറേഷൻ വാദമാണ് അവിടെ ഉയർത്തുന്നത്. അവിടെ ഈ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ, അബൂബക്കർ ഇരിക്കുന്നു, പിന്നെ അതിനുശേഷം ഉമർ ഇരിക്കുന്നു, പിന്നെ ഉസ്മാൻ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അലിക്ക് 4ാമത്തെ ഖലീഫയായിട്ടാണ് അവസരം കിട്ടുന്നത്. അതിനു മുമ്പ് തന്നെ അവിടെ ഷിയ എന്ന് പറയുന്നത് വലിയൊരു സംരംഭമായിട്ട് അവർ ഒരു സെപ്പറേറ്റ് സെക്ട് ആയിട്ട് മാറിക്കഴിഞ്ഞു. അതായത് സുന്നിയെ എതിർക്കത്തക്ക രീതിയിലുള്ള ഒരു സെക്ടായിട്ട് അവർ മാറിക്കഴിഞ്ഞിരുന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ആയിഷയൊക്കെ ഈ ഒരു കുടുംബത്തർക്കത്തിന്റെ പേരിലാണ് ഈ ഒരു യുദ്ധമൊക്കെ നയിക്കാൻ പോകുന്നത്. ആയിഷയൊക്കെ യുദ്ധം നയിക്കാൻ പോയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഷിയ സുന്നി തർക്കം ഇതിനകത്ത് ഉടലെടുക്കുന്നതും. അതിനകത്ത് ചില നിയമങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഈ എഗ്രിമെന്റ് മാരേജ് എന്നൊക്കെ പറയും. എഗ്രിമെന്റ് മാരേജ് ഷിയ വിഭാഗത്തിൽ വളരെ തകൃതിയായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ് എഗ്രിമെന്റ് മാരേജ്. അതിനകത്ത് ഇങ്ങനെ കോൺട്രാഡിക്ട് ചെയ്യുന്ന കുറെ വിഷയങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ ഈ ഷിയ സുന്നി എന്ന് പറയുന്നത് കുടുംബത്തർക്കമാണ്. ഈ കുടുംബത്തർക്കത്തിൽ പ്രവാചകൻ, അതായത് പ്രോഫറ്റ് മുഹമ്മദിന്റെ മകളുടെ ഭർത്താവായിട്ടുള്ള അലിക്ക് കസേര കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ് ഇത് മൊത്തത്തിലേക്ക് നടന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് 4ാമത്തെ ഖലീഫയായിട്ടാണ് കൊടുത്തത്. എന്നിട്ടും അത് പോരാ. ഈ 4ാമത്തെ ഖലീഫായിട്ട് വരുന്ന സമയത്തേക്ക് കുറെ ടൈം കഴിഞ്ഞിരുന്നു. അപ്പൊ ആ ടൈമിനുള്ളിൽ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഷിയാക്കും സുന്നിക്കും ഇടയിൽ ഉണ്ടാക്കണോ അവിടെയുള്ള കുറ്റങ്ങൾ, ഇവിടെയുള്ള കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസിഫൈ ചെയ്ത് രണ്ട് സെക്ടായിട്ട് മാറിയിരുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അതാണ് ഇപ്പം വരെ നിലനിൽക്കുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഷിയാക്കള് നിലകൊള്ളുന്നത് തന്നെ ഈ കാബ എന്ന് പറഞ്ഞ മക്കയിലുള്ള ആ ഒരു സുന്നി മുസ്ലിംസിന്റെ പിൽഗ്രിമേജ് ആയിട്ടുള്ള ഈ കാബാലയം തകർക്കുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ആരാണ് അറബ് ലോകത്തിന്റെ ആരാണ് സുന്നി മുസ്ലിംസിന്റെ യഥാർത്ഥ എനിമി എന്നുള്ളത് ഞാൻ മലയാളി ഹമാസിനൊന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ശരിക്കും സുന്നി മുസ്ലിംസിന്റെ, നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിനൊക്കെ പോകുന്നില്ല ആൾക്കാർ, ഹജ്ജിന് ഉംറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവിടെ ഇനി പോകാൻ അവിടെ സ്ഥലം ഉണ്ടാവില്ല ഇറാനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നാൽ. അതാദ്യം മനസ്സിലാക്കിയാൽ മതി. പിന്നെ നിങ്ങൾ പറയും ഞങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമാവും, ഞങ്ങളത് സോൾവ് ചെയ്തോളാം. അവിടെ പൊട്ടിത്തെറിച്ചത് സ്ഥലം ആരാധനാലയം ഇല്ലാതെ പോയതിനു ശേഷം പിന്നെ എന്ത് സോൾവ് ചെയ്യാനാണ്? നിങ്ങൾ ഒന്നും സോൾവ് ചെയ്യാനില്ല. ഇത് സംഭവിക്കും. അത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ഈ മലയാളി ഹമാസ്, ഇറാൻ എന്ന് പറഞ്ഞിട്ട് ഇറാനെയും ഇറാന്റെ പ്രോക്സികളുടെ പുറകെയൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടില് മലയാളി ഹമാസിൽ മാക്സിമം സുന്നീസ് ആണുള്ളത്. അവിടെ ഷിയാക്കൾ വളരെ കുറവാണ്. ഷിയാക്കൾ ഉണ്ടോ എന്ന് തന്നെ എണ്ണി പറക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തൽക്കാലം ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് യഹൂദിനെതിരെ നിലകൊള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്താം. നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന പല മീഡിയകളുടെയും പുറകിൽ നിങ്ങൾക്ക് വാലായിട്ട് നിന്ന് കമന്റുകൾ ഇടാം, പലതും ചെയ്യാം. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് ഇറാൻ ഉൾപ്പെടെയുള്ള ഷിയ മുസ്ലിംസ് ആണെന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാണ്. പിന്നെ ട്രംപ് പറഞ്ഞതിന്റെ വിഷയത്തിലേക്ക് വരാം. ട്രംപ് പറഞ്ഞത് വേറെ ഒന്നുമില്ല, നെതന്യാഹുവിന് ഓൾറെഡി തന്നെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് October 7 നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ, ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഗേറ്റ് തുറന്ന് ഞങ്ങളെ വെളിയിൽ വിടുന്നില്ല, ഞങ്ങൾക്ക് എക്കണോമിക് റിഫോർമേഷൻ, അതായത് ഈ അവിടെയുള്ള ആൾക്കാർ, യുവാക്കൾക്കൊക്കെ പുറത്തുപോയി ജോലി ചെയ്യാനും തിരിച്ചു വരാനും, അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പെർമിഷൻസ് ഒന്നും ഈ ഗാസയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതിന്റെ പരാതി ഓൾറെഡി തന്നെ നെതന്യാഹുവിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് പലതവണയായിട്ട്. കാരണം ഇസ്രായേലിന്റെ ഉള്ളിൽ ജീവിക്കുന്ന അറബ്സ് ഉണ്ട്, അവിടുത്തെ റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഗാസയ്ക്കുള്ളിൽ ജീവിക്കുന്ന അറബ്സ് ഉണ്ട്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ത്രൂ ഒരുപാട് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള അറബുകൾ ഓപ്പൺ എയർ ജയിലായിട്ട് ഗാസ വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പരാതികൾ നെതന്യാഹുവിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നെതന്യാഹുവിന് ഓൾറെഡി തന്നെ ഇതിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 60% ആൾക്കാരെങ്കിലും അവിടെ ഒരു ഫ്രീ ലാൻഡായിട്ട് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തു പോകും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഈ ഗാസയിലെ ജനങ്ങളെ ഗാസയ്ക്കുള്ളിൽ തന്നെ അടച്ചിട്ട് ഇവർ പറയുന്ന ഈ ഒരു ഡോക്ടറിൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണ രൂപം. ട്രംപ് പറഞ്ഞത് അത് തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഈ ബന്ദികളെ മോചിതരാക്കി എടുക്കുക. അപ്പൊ ട്രംപ് അതിൽ കൂടെ 2 കാര്യങ്ങളോട് പറഞ്ഞു. അതായത് USA അതിനകത്ത് ഒരു പൈസയും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റർ അഥവാ അറബ് രാഷ്ട്രങ്ങൾക്ക് ഒരു ഓപ്ഷൻ അതിൽ കൊടുക്കുന്നുണ്ട്. യുഎസിന്റെ മിലിറ്ററി അവിടെ വരില്ല. കാരണം എന്താണ്? രണ്ടും വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. യുഎസിന്റെ മിലിറ്ററി അവിടെ വരില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ മിലിറ്ററി വരേണ്ട ആവശ്യമില്ല. കാരണം അവിടെ തീവ്രവാദി ഉണ്ടെങ്കിലല്ലേ മിലിറ്ററി വന്നിട്ട് കാര്യമുള്ളൂ. അവിടെ ഹമാസ് ഇനി ഉണ്ടാവില്ല, അതാണ് അതിന്റെ അർത്ഥം. ആ ഇൻഡയറക്റ്റ് മീനിങ് ആണ് അവിടെ US മിലിറ്ററി നോ നീഡ് ഇൻ ഗാസ എന്ന് പറഞ്ഞത്. അമേരിക്കയിൽ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, നമ്മളുടെ മിലിറ്ററി എന്തിനാണ് നമ്മളിപ്പോൾ ഗാസയിൽ വിടുന്നത്? ഗാസ വേറൊരു സോവറൈൻ സ്റ്റേറ്റ് അല്ലേ, അവിടെ എന്തിനാണ് ഇപ്പൊ അമേരിക്കയുടെ ആർമി അവിടെ പോകേണ്ടത്? അപ്പൊ അതിനൊരു ഉത്തരവായി. അമേരിക്കൻ ആർമി അവിടെ പോകുന്നില്ല, അമേരിക്കയുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ പോകുന്നില്ല, പിന്നെന്താണ് നിങ്ങളുടെ പ്രശ്നം? നെതന്യാഹു അതിനെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഗാസയിൽ അമേരിക്കയുടെ മിലിറ്ററിയുടെ ആവശ്യമില്ല. കാരണം ഗാസയിലുള്ള ഹമാസ് അറ്റാക്ക് ചെയ്തത് ഇസ്രായേലിനെയാണ്. ഇസ്രായേലിന് ഹമാസിനെ ആക്രമിക്കാൻ നല്ല രീതിയിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആർമി IDF ഉണ്ട്, അവർ നോക്കിക്കോളും. പിന്നെ എന്തിനാണ് ഇപ്പൊ അമേരിക്ക അവിടെ വരുന്നത്? അതിന്റെ ആവശ്യമില്ല. പിന്നെ ട്രംപ് പറഞ്ഞ ഒരു ഫ്രഷ് പ്ലാൻ, ഈ ഫ്രഷ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞാൽ ഹമാസിനെ അവിടെ നിന്ന് തുരത്തിയിട്ട് ഈ ലാൻഡ് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. ഇത് ഫ്രീ ആക്കുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ പാസ്പോർട്ട് വെച്ചിട്ട് അവർക്ക് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാം, ഗൾഫ് മേഖലയിൽ പോവാം, അവർക്ക് ഖത്തറിൽ പോവാം, അവർക്ക് UAE പോവാം, അവർക്ക് സൗദിയിൽ പോവാം, എവിടെ വേണമെങ്കിലും പോയി ഫ്രീ ആയിട്ട് പണിയെടുക്കാം, അവർക്ക് അവിടെ തന്നെ സെറ്റിൽ ആവാം. ഇതൊരു ഹോം ലാൻഡ് ആയിട്ട് അവർക്ക് സൂക്ഷിക്കാം, അവർക്ക് തിരിച്ചു വരാം, മടങ്ങി പോവാം. അതായത് ഒരു മോഡേൺ ഏജിൽ ആൾക്കാർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അവർക്ക് ആവാം. ഹമാസിന്റെ ചുരുളി വലയത്തിൽപ്പെട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റൊട്ടേഷൻ, ആ ഒരു ബന്ധനം, അത് തന്നെയാണ് ട്രംപും നെതന്യാഹുവും ചേർന്നിട്ട് തകർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ പൂർണ്ണ രൂപം. അപ്പൊ ഈ അറബ് രാഷ്ട്രങ്ങൾ ഇതിനെ എതിർത്ത് സംസാരിക്കുന്നില്ല. അറബ് രാഷ്ട്രങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? അവർ കാര്യം അറിയാതെയാണ് എതിർക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളുടെ ബുദ്ധി എപ്പോഴും ഇങ്ങനെയാണ്. അവർ പുറത്ത് സംസാരിക്കുന്നതല്ല, അവരുടെ കൂടെ മീറ്റിംഗിൽ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നത്. പുറത്ത് സംസാരിക്കുന്നത് വേറെ, അകത്ത് സംസാരിക്കുന്നത് വേറെ. ഇത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഈ അബ്രഹാം അക്കോർഡ് ഉണ്ടായത് അങ്ങനെ തന്നെയല്ലേ? സീക്രട്ടായിട്ട് സംസാരിക്കുമ്പോൾ അവർ സ്ട്രോങ് ബോണ്ടാണ്.
ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കും, അവർ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയും. കാരണം എന്താണ്? ഇവരുണ്ടാക്കി വെച്ച തീവ്രവാദികളെ കൊണ്ട് തന്നെയാണ് ഇവർക്ക് പേടി. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ പൊട്ടുന്നത് അവരുടെ രാജ്യത്തിനുള്ളിലായിരിക്കും. ആ ഒരു പേടി കൊണ്ടാണ് ഓപ്പൺ ആയിട്ട് അവർ എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, കവേർഡ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പൊ ഇപ്പൊ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈ അറബ് രാജ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കവേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലാതെ അവര് ഒരിക്കലും ഗാസയോട് പൂർണ്ണമായിട്ടുള്ള, ഗാസ ജനങ്ങളോട് ഭയങ്കര ഭ്രമം മൂത്തിട്ട് അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയാന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. അത് ആദ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ വാർ തുടങ്ങി ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇവർക്ക് ശബ്ദം ഉയർത്താമായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു രാജ്യം വേണ്ടിയാ? ഏതെങ്കിലും ഒരു രാജ്യം വേണ്ടിയാ? ഇല്ലല്ലോ. ഇനി ഇതൊക്കെ എത്ര പറഞ്ഞിട്ടും മലയാളി ഹമാസിന് മനസ്സിലാവില്ല, അത് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരുടെ തലയിലുള്ളത് മൊത്തം ഫണ്ടമെന്റലിസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ. ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഗെയിമാണ് കളിക്കുന്നത്. അതായത് ഇറാൻ ഇപ്പൊ തൽക്കാലം ഒരു വിശ്വാസം ആർജിച്ച് ഈ പലസ്തീനികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവരുടെ പ്രോക്സികളെയും കൂടെ അങ്ങ് പുഷ്ടിപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഇസ്രായേൽ ചെയ്തത് കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇസ്രായേൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. അറബ് രാഷ്ട്രത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം, പ്രത്യേകിച്ച് സുന്നികൾക്ക്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇറാൻ എന്താണ് ചെയ്തതെന്നുള്ളത്. കാരണം ഇറാന്റെ ഒരു ആക്സിസ്, ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനാൻ ത്രൂ ഉള്ള ഒരു വലിയൊരു ആക്സിസ് ആണ് ബ്രേക്ക് ചെയ്ത് കളഞ്ഞത്. ഇത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്? ഇത് ഗുണം ചെയ്യുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള സുന്നി രാജ്യങ്ങൾക്കാണ് ഇത് ഗുണം ചെയ്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ കാര്യം നോക്കാൻ ഇസ്രായേലിന് അറിയാം, അതിന് ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല. അവർ അവിടെ തന്നെ നിലകൊള്ളുന്നുണ്ട്, വർഷങ്ങൾ കുറെ ആയേ, ഇന്നലെ ഉണ്ടായതല്ലോ. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ കുറിച്ച് ആരും വറി ചെയ്യേണ്ട ആവശ്യമില്ല, ആരും ബോധടാവേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ രാജ്യം എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത്, അവർക്ക് എങ്ങനെയാണ് അവരുടെ രാജ്യം കാത്ത് സംരക്ഷിക്കേണ്ടതെന്നൊക്കെ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും വേവലാതിപ്പെടേണ്ട എന്നുള്ളതാണ് അടുത്ത അഭിപ്രായം. വേവലാതിപ്പെടേണ്ടത് സുന്നി രാജ്യങ്ങളാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടോ നിങ്ങളുടെ പക്കൽ? അമേരിക്ക 2-3 ബേസിൽ നിങ്ങളുടെ രാജ്യങ്ങളിൽ കൊണ്ട് എന്തെങ്കിലും വെച്ചിരിക്കുന്നല്ലാണ്ട് ഏതെങ്കിലും അറബ് രാഷ്ട്രത്തെ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ആകെ കൂടെ തുർക്കിയുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു കുറച്ച് സാധനങ്ങൾ. വേറെ ഒരു രാജ്യത്തിന്റെ അടുത്തും ഒന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബന്ദികളെ വിട്ട് കിട്ടുന്നത് വരെ, ഈ ബന്ദികളെ മൊത്തത്തിൽ മോചിപ്പിക്കുന്നത് വരെ, അതായത് സ്പേസ് ഫോർ ഡിനേബിലിറ്റി, അറബ് രാഷ്ട്രങ്ങൾക്ക് സ്പേസ് ഫോർ ഡിനേബിലിറ്റി, അവർക്ക് ഇസ്രായേലിന്റെയും ഈ ഒരു അമേരിക്കയുടെയും ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഗാസയെ നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഡിനൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി എത്രമാത്രം ഉണ്ട്, ആ ഒരു റെസിസ്റ്റന്റ് പവർ ഒന്ന് പരീക്ഷിക്കാം. അതായത് ഒരു ഫ്രഷ് ഐഡിയ പ്രപ്പോസ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താണ് ഇവർ കാണിച്ചു കൂട്ടാൻ പോകുന്നുള്ളത്. പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. They had one Palestinian state already. What they need an additional second Palestinian state? ലൈഫ് ലിബർട്ടി എന്ന് പറഞ്ഞ ലെവിൻ എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അതിലാണ് നെതന്യാഹു ഈ ഒരു സ്പീച്ച് കൊടുത്തത്. നിങ്ങൾക്ക് അറിയാമല്ലോ നെതന്യാഹു സംസാരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഇതെല്ലാം മാറ്റിമറിച്ചിരിക്കുന്നത് ഇറാന്റെ പ്രൊപ്പഗൻഡയാണ്. അതായത് ഈ യമനിൽ ഉണ്ടായ ഒരു യുദ്ധം, അതിൽ നിന്നും ഈ ഒരു സുന്നി മുസ്ലിംസിന്റെ ഒരു ഡീവിയേഷൻ, അതിൽ ഏറ്റവും കൂടുതൽ പേടിച്ചത് ഇറാൻ. അമേരിക്കയും ഇസ്രായേലും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് വരുന്നത്, ഈ സുന്നി രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് വരുന്നത് ഇഷ്ടപ്പെടാത്ത ഇറാൻ കയറി കളിച്ചതാണ്. ഇറാൻ അവര് നല്ല പിള്ളയാണ്, ഞാൻ സുന്നി മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഗാസയിലെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാമെന്ന രീതിയിൽ പാലസ്തീനിയൻ സിമ്പതിക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന പോലെ വന്ന് സുന്നിയും ഷിയായും തമ്മിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ പ്രോക്സികളെയും ഇവരുടെ പ്രോക്സികളെയും പല രീതിയിൽ സെക്റ്റുകൾ ചേർന്ന് വളർന്ന് യുദ്ധം ചെയ്യാൻ പണം മുടക്കി പല രീതിയിലുള്ള ഉഡായ്പ വേലകൾ കാണിച്ചുകൊണ്ട് ഇറാനാണ് ഇന്ന് മൊത്തത്തിലാക്കി തീർത്തത്. ഇറാനെ ഒരിക്കലും ഒരു ന്യൂക്ലിയർ പവർ ആവാനോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ വീണ്ടും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനോ ഇസ്രായേൽ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലെബനാന്റെ ഒഫീഷ്യൽ ആർമിയുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിൽ ഹെസ്ബോളയെ ചെറുക്കാനുള്ള എല്ലാ വേലകളും ചെയ്യും എന്നാണ് പറയുന്നത്. ഇതും കൂടെ പറയുന്നുണ്ട്. പിന്നെ സിറിയയുടെ കാര്യം സിറിയ നോക്കിക്കോളും. ഞങ്ങൾ ബോർഡർ ലൈനിൽ ഗോലാൻ ഹൈറ്റ്സിൽ, അതേപോലെ തന്നെ സിറിയയുടെ ഉള്ളിൽ എന്തെങ്കിലും വെപ്പൺ സപ്ലൈ ഈ ഒരു ലെബനാന്റെ ഉള്ളിൽ പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയിട്ട് ഇസ്രായേലിനെതിരെ വരുന്ന രീതിയിലോ ഗാസയ്ക്ക് സപ്ലൈ ചെയ്യുന്ന രീതിയിലോ ഉള്ള വെപ്പൺസ് ഒക്കെ അവിടെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അതും കൂടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്, ഇസ്രായേൽ എത്ര പരന്ന് വിരിഞ്ഞ സ്ഥലങ്ങളാണ് അറ്റാക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. എത്ര സ്ഥലങ്ങളിൽ വളരെ ഫ്രീ ആയിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പോലും ഡമസ്കസിന്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്തു. എന്ത് ചെയ്യാൻ സാധിച്ചു? ഏതെങ്കിലും ഒരു രാജ്യം കമാന്നൊരു അക്ഷരം ഉണ്ടെന്നുണ്ടോ? ആർക്കെങ്കിലും തിരിച്ചടിക്കാനോ തിരിച്ചൊരു സെന്റൻസ് പറയാനെങ്കിലും കെൽപ്പുണ്ടോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇസ്രായേലിനെതിരെ വന്നിട്ട് ഞങ്ങൾക്ക് പാലസ്തീനിയൻ സ്റ്റേറ്റ് വേണം? പാലസ്തീനിയൻ സ്റ്റേറ്റ് അവിടെ ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പാലസ്തീനിയൻ സ്റ്റേറ്റ് ഇസ് ദെയർ ഓൾറെഡി. ഇത് മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ നെതന്യാഹുവിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കിട്ടിയ കുറെ ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.